രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. കാലനേമീവധം. കാണായിതാശ്രമം മായാവിരചിതം, നാനാമുനിജനസേവിതമായതും. ശിഷ്യജന പരിചാരക സംയുതമുഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രാംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാമഹൗഷധം നിൽക്കുമത്യുന്നതം. ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹത്താൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതും. വിസ്താരമാണ്ട മായശ്രമാശ്രമം രംഭാപര സങ്കർച്ചര കേരമാത്രീ സമ്പൂർണമത്യുച്ച തോയവാപീയുതം. കാലനേമിത്തയാമാചാരനും തത്ര ശാലയിലെത്തി സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിനി മമ നാമം പവനജനന്റാത്മജൻ. ക്ഷാമകർത്യാത്മാ ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധി. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം. എങ്ങുമേ പാർക്കരുതൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലൂസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേവിൽ ഭവിപ്പതും ദിവ്യദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവി പുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പൊരുതുമേ ദാഹമതു കൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകാരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു പോയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്തോ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലോരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ. കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു കണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാനൊരുമ്പെട്ടു നേരത്തു കണ്ണും മിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വക്ത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകായാലെ നിനക്കിന്നു വന്നു ശാപമോക്ഷം കപിവര. മൂന്നുമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതി മേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം.
അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർക്ക വിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദംശവംശമോ ശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുശലം ഭവിക്കതീ. പോയാളി വണ്ണം പറഞ്ഞവള് മാരുതി മായാവിയാം കാലനേമി തന്നന്തികേ. ചെന്നാനവനോട് ചൊന്നാനസുരനും വന്നിടുവാനിത്ര വൈകിയതെന്തെടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്തു ദക്ഷനായി വന്നു കൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ ഒന്നടിച്ചാനത് കൊണ്ടവനും തഥാ ചെന്നു പുക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൗഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധാവാസമൃഷഭാദ്രിയും കണ്ടിതേ. ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെപ്പറ്റി ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപൊടു രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ വമ്പടയ്ക്കുന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാ നീല കണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാക്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർത്താൻ കപിപുങ്കവൻ വന്നോ നരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടല്. നക്ഷത്രൻ രേന്ദ്രനിയോഗീന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാഥവധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴുവിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനുമങ്കനദം തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകള്. വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരേ. കൂപതടാർക്കങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരം ഉൾക്കരുത്തുന്നവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പാടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്മഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ താമ്രങ്ങളും ആയുധകാലകരണാഭരണങ്ങളും ആയതനങ്ങളും അർച്ചനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും വേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനം ശക്രനോടങ്ങറിയിപ്പാനാകുലം. മാരുതി ചുട്ടതിലേറി നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാനുമാർത്തി മുഴുത്തു തെരുതെരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിജിത്തും വായിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും. വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദൻ ധനുർച്ഛാദനാദഘോഷവും. ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരങ്കങ്ങൾ നാദവും. സന്തതം തെങ്ങി മുഴങ്ങിച്ചമച്ചിതു ചിന്തമുഴുത്തു ദശാനന വീരനും
കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നും ചൊല്ലിനാൻ. തമ്പിയായുള്ള നികമ്പനും അന്നേരം മുമ്പിൽ ഞാനെന്ന് പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചിന്നളവിമ്പം കലർന്നടുത്താർ കപിവീരരും. രാത്രിയിൽ ആർത്താങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുമിടിച്ചും അടിച്ചു പിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തും പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാപഭിമാനം നടിച്ചും തൊതിച്ചും കളേബരം. 4-5 നാഴിക നേരം കഴിഞ്ഞപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകോട്ടുമേറ്റ മകന്നു കപികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംബാരി നന്ദന പുത്രനും കോപിച്ചു കമ്പൻ തന്നെ വധിച്ചോരനന്തരം. പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാ ശ്രോണിത നേത്രനും കോപിച്ചടുത്താൻ അതു നേരമംഗദൻ. കൗണഭവന്മാർ മൂവരും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായികത്ര മന്ദേതരം വന്നടുത്താനതു നേരം. കൊന്നാൻ പ്രജങ്കനെ താരോയനുമതാ പിന്നെയൻ വണ്ണൻ വിവിധൻ മഹാഫലൻ. കൊന്നിതു ശൂണിത നേത്രനെയുമതാ മൈന്ദനും രൂപാക്ഷനെയെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചര വരന്മാരവർ 40 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം. കുംഭനണഞ്ഞു ശരം പൊഴിച്ചീടിനാൻ വമ്പരാം വാനരെ മാരെയൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനു അത് കണ്ടു കോപിച്ചു സൂര്യാത്മജലായത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംഭൻ പരിഘട്ടവുമായവൻ. സംഹാര രുദ്രനെപ്പോലെ രണാരിജേ സിംഹനാദം ചെയ്തെടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിസംഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽപാണപുത്രനും. പേടിച്ചു മണ്ടിനാ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്ത കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ചെമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹവുമോടടുമടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വഗ്നികീലാകമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നു ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമ. ചന്ദ്രനും വെല്ലും കഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നിന്നല്ലണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കടയും കുതിരയും തൽപാണി തന്നിലുരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാമാറു ചാടി ശൂലവും കൊണ്ട് ഭാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു
ദേവൾക്കാപത്തു മുട്ടു തീർത്തിയിടിനാൻ. രാവണിതാനറിഞ്ഞു കോപിച്ചു വന്നേരവരെയും പൊരുതാശു പുറത്താക്കി. രാഘവനോടറിയിച്ചാൻ അതു കേട്ടു ദേവകുലാന്തനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങുപടി പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കേട്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയനിരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പുക്കിരുന്നരുളിയിടുക. സന്താപമുണ്ടാകാതു മിതുതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വിത്രാരിജിത്തും പുറപ്പെട്ടു പോരിനാൻ. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു ആകുൽസ്ഥനോടിദ്ധമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തരം വരുത്തുന്നത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർക്കുല ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാത്തവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാമ തല്ലായ്കലേവനും ഞാനിവനോട് പോർ ചെയ്തിനെല്ലാവരും. ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ. സന്നദ്ധനായൊരു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു വാനരവീരന്മാരെല്ലാവരും കാൺമേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ധയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യാർ മിഴിയാൽ മുറവിളിച്ചിടിനാൻ. മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്ക് യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളതീശ്വരാ. നാമിനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ ശാകാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നത് കേട്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാംബവാൻ തന്നോടു സകലം. മാരുതി എന്തു കൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞു മാറില്ലവന്. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ യുദ്ധമാകർണ്യ വിധിസൂതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തു കൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ പന്തമെങ്ങോട്ടു തന്നെ നടക്ക നീ. എന്നേരം മരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിട്ടല്ല ഞാൻ. നിന്നു പേടിച്ചു വാങ്ങിയിടല്ല ഞാൻ. ഉണ്ടൊരവസ്ഥായുമുണ്ടായതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണ് മോഹിച്ചു രഘുത്തമൻ. സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ. മന്നവൻ താൻ പാദമജ്ജനാം പുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സമ്മചായരായൊക്കെ നിന്നു കപികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശ്വരാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈകൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ. ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ മായ നിപുണനാം മേഘനിനാഥനി കാര്യമനുഷ്ഠിച്ചതെന്തിനാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ
തക്കതില്ലാശു നികുംബലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരു ഭയമത്യുള്ള അത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണമല്ലാകിൽ എന്നും അവനെ വധിക്കരുതാർത്തുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ, വ്യാകുലം തീർത്തെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കപികുലമുഖ്യപ്രവരുമായിട്ട് പോകണം, ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ. യാത്രയക്കണേമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ ചെയ്തിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നിവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകാപിസേനയും രക്ഷോവരനും നടന്നോരതു നേരം. മൈന്ദൻ വിവിധൻ സുശേഷണൻ നളൻ നീലനിന്ദാത്മജാത്മ ജൻ കേസരി താരനും ശൂരൻ വിഷഭൻ ശരഭവൻ വിനതനും വീരൻ പ്രമാദി ശതബലി ജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ധനിമുഖൻ അഗ്നിമുഖൻ ജഗൻ മേതുരൻ ധ്രുമൻ ഗവയൻ ഗവാക്ഷണൻ മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബുലിക്ക പുക്ക നിറഞ്ഞിതു നക്തഞ്ജനന്മാർ അവരെ ഉഴച്ചുലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറുമേഴും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി ചെറ്റ കുറ്റിയങ്ങഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശൂരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. വന്നു നികമ്പിലയാൽ തന്നെ തലമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമെടുത്തിത് വന്നിനി യുദ്ധം തുടങ്ങുക വൈകേരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തീന്ദ്ര ജിത്തുമർത്യമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സൂതൻ അൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ വാർത്തേ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനാം. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശനം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടെത്ര സാധ്യമാകുന്നതെന്നതും ബുദ്ധിമതം. ശാസ്ത്രജ്ഞനാം കലത്തെയൊടുക്കുവാൻ അസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക, നീ വംശം മുടുക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായ അനുഗ്രഹത്താൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം എയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊൾകല്ലായ്കിലിന്നു ഞാൻ ഇന്നുടൻ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേവിടാ. യുദ്ധം പറഞ്ഞു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും.
100 ശരമെയ്തു വാനരവീരരും മേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ വലയം മുറിച്ചതി സാരമായോരു വില്ലും മുറച്ചിടാൻ. മറ്റൊരു ചാപം എടുത്തു കലച്ചവൻ നാറ്റമില്ലോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 എമ്പ ഐതതും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായോരു വില്ലും കഴിയക്കുലച്ചേറ്റവുമെടുത്തു ബാണങ്ങൾ തൂക്കിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചതന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസം സംഭവാനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരു ഉണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെപ്പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻപദാംബോരൂഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. ഭക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തുണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാൽമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷ്ഠിച്ചാനുടൻ അപ്സര സ്ത്രീകളും നിത്യം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും തുന്തുഭിനാദവും ഘോഷിച്ചതേറ്റമാ ആനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളച്ചുടൻ സിംഹനാദം ചെയ്ത വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്ര ചരണമാഭുജം കൂപ്പിനാൻ. കാഢമായാലിംഗനം ചെയ്തു രാഘവനോടമോദം മുകർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം. രാവണൻ താനും മരിച്ചാൻ അറിക നീ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണന്റെ വിലാപം. ഇദ്യമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാരാ മണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീരമനോഹര. മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കാവതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കുമിന്നു നന്നായുറങ്ങുമാറായതു നമ്മയും. പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വരാ. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രന് മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും മൂങ്ങിച്ചിരിച്ചലറിതത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെക്കൊണ്ടു ഭീതയായി എത്രയും വേപതു ഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തൊടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷന് നയജ്ഞന അത്യുത്തമൻ കർപ്പൂര രസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണപ്പകിട്ട് നാവലതോർക്കിൽ ഗുഹനു മഹന്തനും.
ദേവദേവേശ്വരനായ പുരവൈരിക സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ, നാമവേദജ്ഞൻ നമസ്തവിദ്യാലയൻ, വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ, വേദവിദ്യാവ്രതസ്നാനപരായണൻ, ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചര പ്രവര പ്രഭോമയാ സാർത്ഥം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്തനമണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയമന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതു പൂരനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവും ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ, നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ.